ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു കാർപ്പറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നെറ്റ് പോലുള്ള ഒരു തുണി ഹാർട്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടർക്കിയല്ല തോർത്ത് ഈ നെറ്റ് പോലെ ഇരിക്കുന്നതാകുമ്പോൾ ഈ ഹോളിൽ കൂടെ ഈ നൂലെടുക്കാൻ എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നെറ്റ് പോലെ ഇരിക്കുന്ന എടുത്തേക്കുന്നത്. അത് ഇങ്ങനെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഹാർട്ടിൻ്റെ പകുതി ഭാഗമായിട്ട് വരച്ചെടുത്തതിന് ശേഷം അതുപോലെ കട്ട് ചെയ്തെടുത്തതാണിത് കേട്ടോ. ഏത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതിപ്പം ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം വേണ്ടത് ത്രെഡ്, 2 കളർ എടുത്തിട്ടുണ്ട്, പിന്നെ സിസർ, പിന്നെ ഇത് ത്രെഡ് വലിച്ചെടുക്കാൻ വേണ്ടി ഹോളിൽ കൂടെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീഡിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുണ്ടാക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസൊക്കെ അയക്കണം. ഓക്കെ, നമുക്കിത് ആരംഭിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ചെറിയ പൂമ്പില്ലേ അതുപോലെ ഉണ്ടാക്കിയെടുക്കാനാണ്. ഇങ്ങനെ ചുറ്റി എടുക്കണം. ചുറ്റിയെടുത്തതിന് ശേഷം ഇത് കയ്യിൽ നിന്ന് ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് വിടുക. കട്ട് ചെയ്തിട്ട് ഈ കയ്യിലെടുത്തത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് അതേ സെയിം ത്രെഡിൻ്റെ ഇച്ചിരി നീളത്തെ കട്ട് ചെയ്ത് അത് ഇതിലങ്ങ് കെട്ട്. ഓക്കെ, ഇതിൽ കെട്ടിയെടുക്കുക. നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടണം. ഓക്കെ, ഒരു കെട്ടുകൂടെ അങ്ങ് ഇട്ടിട്ട് 2 കെട്ട്. പിന്നെ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് 2 കെട്ടങ്ങ് ഇടണം. എന്നിട്ട് ഇതിൻ്റെ ദണ്ട ഈ ഭാഗവും കാണാമല്ല, ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പുറത്തെ സൈഡും നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കെട്ടിയ നൂലാണ് ഇച്ചിരി നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ കിടക്കട്ടെ, നമുക്ക് ആ ഹോളിൽ കൂടി ഇട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കണം. ഓക്കെ, ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഉണ്ടോ ഇങ്ങനെ 2ഇടവും ഇങ്ങനെ പിടിച്ചിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ നീളം കൂടി നിൽക്കുന്നതൊക്കെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് ഇടണം. ഉണ്ടോ, ഇങ്ങനെ ബാക്കിയെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, ഉണ്ട്. ഇത് ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോന്നും ഉണ്ട് അതുപോലെ കെട്ടി ഇട്ടിട്ടുണ്ട്. വെയിറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കൊരുത്ത് കൊടുക്കാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ബ്ലൂ എടുക്കുന്നത്. ബ്ലൂ എടുത്ത് ആദ്യം ഇതിൻ്റെ ഈ ഹോളുള്ള ഭാഗത്തോട്ട് വെച്ചിട്ട് ഇത് ഈ ഹോളിൽ കൂടെ കുടുങ്ങിയെടുക്കുക. സെക്കൻഡ് ഹോളിൽ കൂടെ എടുക്കാൻ എടുത്തു. അടുത്തതും ഹോളിൽ കൂടെ എടുത്തതിന് ശേഷം നമുക്കിത് ഇവിടെ ബാക്ക് സൈഡിൽ കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുക്കാം. അടുത്തതും എടുത്തതുപോലെ ഹോളുകൾ ഇതുപോലെ ഈ അറ്റത്ത് കെട്ടി വരാൻ ഹോളിൽ കൂടെ ഇട്ട് അടുത്ത ഹോളിൽ കൂടെ അടുത്ത നമ്മൾ 2
അറ്റയില്ലേ കെട്ടി വെച്ചത്, നടുക്ക് കെട്ടി വെച്ച് ഈ ത്രെഡിന് നടുക്ക് കെട്ടിയ ഹോള് അതിൽ കൂടി ഇങ്ങനെ കൊരുത്തെടുക്കണം. അതിനുശേഷം ബാക്ക് സൈഡിൽ കെട്ടി കൊടുക്കാം. കെട്ടി അതുപോലെ അടുത്തത് നമുക്ക് ഇവിടെ കെട്ടി കൊടുക്കാം. തൊട്ട് ഏറ്റവും അടുത്ത ഹോളുകളിൽ തന്നെ കെട്ടാൻ പറ്റുന്നത് മറ്റേത് വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഹോളിൽ തന്നെ അടുത്തടുത്തത് കെട്ടി കൊടുക്കുക. ഇതേപോലെ ഹോളില്ലെങ്കിൽ നെറ്റിൻ്റെ തുണികളില്ലേ, നമ്മുടെ തോർത്ത് അങ്ങനെയുള്ള ആയാലും മതി, അതായാലും ചെയ്ത്. അല്ലാതെ ഈ മാറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ അതിൻ്റെത് വാങ്ങാൻ കിട്ടും കടകളിൽ, അങ്ങനെ ആയാലും മതി. ഇതുപോലെ ബോർഡറായിട്ട് ഈ ബ്ലൂ ഒന്ന് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ഞാൻ ബോർഡറെല്ലാം ബ്ലൂ കളർ വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കെട്ടിയ ഭാഗം ഇങ്ങനെയുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലില്ലേ അകത്ത് ഇതുപോലെ വെള്ള പോംപോം വെച്ചിട്ട് കെട്ടിയെടുക്കണം. ഈ ഉള്ളിലൂടെ അതുപോലെ നേരത്തെ ഇത് കെട്ടിയതുപോലെ തന്നെ ഇതിൻ്റെ നീളമുള്ള ഭാഗം ആ ത്രെഡ് എടുത്ത് അടിയിലൂടെ ഇട്ട് ഹോളിൽ കൂടെ ഇട്ട് കെട്ടിയെടുക്കണം. ഓക്കെ, ഇതുപോലെ ഞാൻ ഉള്ളിലും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കെട്ടിയിട്ടില്ലേ, ആ കെട്ടിയ ഭാഗത്തെല്ലാം കുറേ നൂലിങ്ങനെ നിൽപ്പുണ്ട്, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ആ കെട്ടിനോട് അടുപ്പിച്ച് വെച്ച് തന്നെ കട്ട് ചെയ്ത് മാറ്റണം എല്ലാം, അല്ലെങ്കിൽ ഇങ്ങനെ ചിലന്ന് കിടക്കും എല്ലാം കൂടെ, എന്താ പറയുക, വല്ലാതെ കിടക്കും. അതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. എക്സ്ട്രാ ആയിട്ട് കിടക്കുന്ന നൂലുകൾ ബാക്ക് സൈഡിൽ കിടക്കുന്നതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഓരോ കെട്ടും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗണ്ണില്ലേ അത് വെച്ചിട്ട് നമുക്ക് ഈ കെട്ട് ഉള്ള ഭാഗത്തെല്ലാം കുറച്ച് ആ കെട്ടൊന്ന് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ ഗണ്ണ് തേച്ച് കൊടുക്കുക. ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇടയ്ക്കൊക്കെ ഗ്ലൂ തേക്കാൻ കേട്ടോ, നല്ലൊരു തറയിലിടുമ്പോൾ നല്ലൊരു ഗ്രിപ്പ് കിട്ടാൻ നല്ല ഗ്ലൂ, നല്ല ഗ്രിപ്പായിട്ടിരിക്കാനായിട്ട് കൊള്ളാം. ഇതിൻ്റെ ഈ കെട്ട് ഭാഗത്ത് ഇത് എന്താ പറയുക, കമ്പിളി നൂലല്ലേ, അതങ്ങ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കെട്ടിൻ്റെ ഭാഗത്തെല്ലാം അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിൻ്റെ ഭാഗത്തെല്ലാം നമുക്കിതുപോലെ കുറച്ച് തേച്ച് കൊടുക്കാം. ഇതുപോലെ തേച്ച് കൊടുക്കാം. മാറ്റ് നമ്മളുടെ റെഡി ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് മാറ്റ് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി എൻ്റെ വീഡിയോയുടെ താഴെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന ബെൽ ഐക്കണിൽ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ ബൈ.